അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഷിർക്കിനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഷിർക്കിനെ പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്ന് ഷിർക്കിനെ കുറിച്ച് മാത്രം പറയുന്ന വീഡിയോ ചെയ്യുമെന്ന്. ഫസ്റ്റ് ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ പറഞ്ഞിട്ട് നമുക്ക് ഷിർക്കിനെ പറ്റി പറയാം. ഇസ്ലാമിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളില്ലേ, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ഈ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഞാനൊരു ഖുർആനിൻ്റെ ആയത്തിലൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് സൂറത്തുൽ അൻആമിലെ 159 ആയത്ത് നോക്കാം. തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ കാര്യം അല്ലാഹുവിങ്കലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൻ അവരെ അറിയിച്ചു കൊള്ളും. ഇനി സൂറത്ത് റൂമിലെ 31-ാമത്തെയും 32-ാമത്തെയും ആയത്ത് നോക്കാം. നിങ്ങൾ അവങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും അവനെ സൂക്ഷിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങൾ ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിലായിപ്പോകരുത്. അതായത് തങ്ങളുടെ മതത്തെ ഛിന്നഭിന്നമാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ. ഈ ആയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാമിന് ഡിവിഷൻസോ സെക്റ്റോ ഒന്നുമില്ല. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ബഹുദൈവ വിശ്വാസികൾ അതായത് ക്രിസ്ത്യൻസിനെയും ജ്യൂസിനെയൊക്കെ പോലെ മതത്തെ ഛിന്നഭിന്നമാക്കരുതെന്ന്. ഇനി നമ്മൾ ആരെങ്കിലും മതത്തെ ഛിന്നഭിന്നമാക്കിയാൽ അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും. അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന്. മുസ്ലിംസ് തന്നെ കൂടുതൽ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേറെ പേരൊക്കെ ഇട്ടാണ് വിളിക്കുന്നത്. അവരും ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു മുസ്ലിമിനെ മുസ്ലിം എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അള്ളാഹു പറഞ്ഞ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. നമ്മൾ മുസ്ലിംസ് എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. നമ്മൾ പരസ്പരം ശത്രുക്കളല്ല ആവേണ്ടത്, നമ്മൾ സഹോദരങ്ങളാണ്. ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിനെ ഓരോ പേരിട്ട് കളിയാക്കിയല്ല വിളിക്കേണ്ടത്. ഒരുപാട് പണ്ഡിതന്മാരും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നീ അതല്ലേ, നീ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നത്. അതല്ല ശരി. നമ്മൾ മുസ്ലിംസ് എല്ലാവരും ഒന്നാണ്. നമ്മൾ ശത്രുക്കളല്ല, നമ്മൾ സഹോദരങ്ങളാണ്. സൂറത്തുൽ ഇമ്രാനിലെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. സൂറത്തുൽ ഹജ്ജിലെ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ മാർഗമത്രേ അത്. മുമ്പും മുൻവേദങ്ങളിലും ഇതിലും ഈ വേദത്തിലും അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേര് നൽകിയിരിക്കുന്നു. കണ്ടോ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന പേരാണ് മുസ്ലിം എന്ന്. നമ്മൾ പിന്നെ എന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പേരൊക്കെ ഇട്ട് വിളിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരു മുസ്ലിമിനെ മുസ്ലിം എന്നല്ലാതെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ഇനി തീരുമാനമെടുക്കണം. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പേരും ഇട്ട് ഒരു മുസ്ലിമിനെ വിളിക്കത്തില്ല, മുസ്ലിം എന്നല്ലാതെ. എല്ലാ പണ്ഡിതന്മാരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവർ പറയുന്ന ഇതിൽ ശരിയായ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണ്ട. ഇനി എന്തെങ്കിലും നമുക്ക് ശരിയല്ലാന്ന് തോന്നിയാൽ നമ്മൾ അവരെ വേറെ പേരിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം വെച്ചിട്ടല്ല ഒരു കാര്യം ശരിയാണ് ശരിയല്ല എന്നൊക്കെ തീരുമാനിക്കാൻ. നമ്മൾ പഠിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ ശരിയാണോ ശരിയല്ലയോ എന്ന അഭിപ്രായം പറയണം. ഇല്ലെങ്കിൽ നമ്മൾ അഭിപ്രായം പറയരുത്. ഇനി നമുക്ക് ഷിർക്കിനെ കുറിച്ച് പറയാം. ഷിർക്ക് എന്നാൽ എന്താണ്? അള്ളാഹുവിനോട് എന്ത് കാര്യത്തിനായാലും പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഇനി ഖുർആനിൽ തന്നെ അള്ളാഹു ഷിർക്കിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തന്നോട് പങ്കുചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്.
ഇനി സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർ അള്ളാഹുവിനോട് പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു എന്ന്. അതായത് നമ്മൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ, ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച എല്ലാ നല്ല കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്ന്. ഇനി സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. നമ്മൾ ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വർഗം കിട്ടത്തില്ല, അള്ളാഹു പുറത്തു തരത്തുമില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. നമ്മളതിന് ഷിർക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായിട്ടുള്ള ഷിർക്ക് എന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോടല്ലാതെ ആരോടെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിവുണ്ടെന്ന രീതിയിൽ സഹായം ചോദിക്കൽ. മരണപ്പെട്ടു പോയവരോടോ വിഗ്രഹങ്ങളോടോ കല്ലുകളോടോ മരങ്ങളോടോ നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഷിർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. മുസ്ലിംസിൽ തന്നെ ഒരുപാട് പേര് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ എല്ലാവരും ഒന്ന് ഓർക്കണം, നമ്മൾ എന്തിനാണ് അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു വിചാരിക്കാതെ ഈ ലോകത്ത് ഒന്നും നടക്കത്തില്ല എന്ന്. പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ അതിൻ്റെ ഇടയിൽ കയറ്റുന്നത്? നമുക്ക് അള്ളാഹുവിനോട് ഡയറക്റ്റായിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? അള്ളാഹു തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ യൂനുസിലെ 106-ാമത്തെ ആയത്തിൽ, അള്ളാഹുവിനു പുറമേ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും എന്ന്. സൂറത്തുൽ ഖസസിലെ 88-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനോടൊപ്പം വേറെ യാതൊരു ദൈവത്തെയും നീ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്ത് നോക്കാം. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും. ഇതിൽ കൂടുതൽ നമുക്ക് വേറൊരു തെളിവും വേണ്ട, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത് എന്നതിന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ വേറൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ വേറൊരു സ്ഥലത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ആചാരങ്ങൾ ചെയ്താൽ നമ്മുടെ അസുഖം മാറും, അവിടുത്തെ ശക്തി കൊണ്ട് നമ്മുടെ അസുഖം മാറും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും നമ്മുടെ അസുഖങ്ങൾ മാറ്റാനോ ഒന്നിനും കഴിവില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ശക്തിയെ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്, എന്ന് വെച്ചാൽ ഷിർക്കാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി കേൾക്കുന്നതും ആ ആൾ പറയുന്നതും ഷിർക്കാണ്. അതായത് അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും നമ്മളുടെ ഭാവി കാര്യങ്ങൾ അറിയത്തില്ല. നമ്മളങ്ങനെ അറിയാമെന്ന് വിശ്വസിച്ച് പോകുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തിയിൽ പങ്കു ചേർക്കുന്നതാണ്. അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും പറ്റാത്ത കാര്യം ഒരാൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണ്, അത് ഷിർക്കാണ്. പിന്നെ അടുത്തത്, അള്ളാഹുവിനോടുള്ള ആരാധനകൾ വേറെ ആരോടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. അതായത് സുജൂദൊക്കെ അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യാനുള്ളതാണ്. അതൊക്കെ നമ്മൾ ഖബറുകളുടെ മുമ്പിലോ വേറെ എവിടെയെങ്കിലുമോ ഒക്കെ ചെയ്താൽ അത് ഷിർക്കാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഷിർക്കാണ്. അതായത് നിസ്കരിക്കാത്ത ഒരാൾ, അയാൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയി നിസ്കരിക്കും. എന്തിനാണ്? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല. ഉസ്താദുമാരെന്ത് പറയും, ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ നിസ്കരിക്കാത്ത ഒരാളെന്ന് വിചാരിക്കത്തില്ലേ, അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്ന പേരിൽ പോയി നിസ്കരിക്കുന്നത് ഷിർക്കാണ്. പിന്നെ നമ്മൾ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ വെച്ചിട്ട് നമ്മുടെ കാര്യത്തിന് ബാഡ് ലക്കാണ് ഗുഡ് ലക്കാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് ഷിർക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടാൽ നമുക്ക് ആ ദിവസം പോക്കാണ്, നമുക്ക് ഒന്നും നടക്കത്തില്ല, നല്ലതൊന്നും നടക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നമ്പർ കിട്ടിയാൽ ഈ നമ്പർ എൻ്റെ ബാഡ് ലക്കാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത്. ആ നമ്പറിൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഐശ്വര്യം കൊണ്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ചാൽ അത്
ഷിർക്കാണ്. അള്ളാഹു വിചാരിക്കാതെ നമുക്ക് ഒന്നും നടക്കത്തില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ സത്യം ഇടുമല്ലോ, അള്ളാഹുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും വെച്ചോ ആളെ വെച്ചോ നമ്മൾ സത്യം ഇട്ടാൽ അത് ഷിർക്കാണ്. ഇനി നമ്മൾ ചരടിൽ ഏലസൊക്കെ കെട്ടിയിടത്തില്ലേ, നമുക്ക് ഒരാപത്ത് വരാതിരിക്കാനോ നമുക്ക് വിജയങ്ങൾ ലഭിക്കാനൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഷിർക്കാണ്. അള്ളാഹു അല്ലാതെ ആരും നമ്മളെ സംരക്ഷിക്കത്തില്ല. ഒരു ചരടോ ഒരു ഏലസോ ഒന്നും നമ്മളെ സംരക്ഷിക്കത്തില്ല. അങ്ങനെ വിചാരിച്ച് നമ്മൾ ധരിച്ചാൽ അത് ഷിർക്കാണ്. ഏലസ് മാത്രമല്ല, ഒരു പേപ്പറോ ഒരു കല്ലോ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും, കണ്ണീർ ലഭിക്കത്തില്ല, നമുക്ക് വിജയങ്ങൾ കിട്ടും എന്ന പേരിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയോ ധരിക്കുകയോ ചെയ്താൽ അത് ഷിർക്കാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഹദീസിൽ എവിഡൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് റമദാനിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലെ ഹദീസ് നമ്പരും എല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഷിർക്ക് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം. എന്നിട്ട് ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.